റോഡിൽ നിന്ന് വന്ന ആദ്യ കാഴ്ച ഇതെന്താ ഒരു തേക്കാത്തൊരു പഴയ വീട്, ഇതെന്ത് വീടാ ഇത് എന്നുള്ളൊരു ചിന്ത എനിക്ക് ആദ്യം തോന്നി. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കയറി ചെല്ലുമ്പോൾ കുറച്ച് മഴയൊക്കെ നനഞ്ഞ് ഇച്ചയൊക്കെ പിടിച്ച് കുറച്ച് വെറ്റിയായിട്ടുള്ള അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ മൈൻഡിൽ ഒരു കൂൾനെസ് ഉണ്ടാവും. ലൈക്ക് അങ്ങനത്തെ ഒരു ഫീലാണ് ഞാൻ തുടക്കത്തിലെ വീട് എന്നൊരു സങ്കല്പത്തിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്നത്. വ്യത്യസ്തമായുള്ള വീടുകൾ കാണാൻ മലയാളിക്ക് എന്നും താല്പര്യമുണ്ട് കേട്ടോ. അങ്ങനെയുള്ള വ്യത്യസ്തമായ വീടുകൾ തേടിയുള്ള നമ്മളുടെ ഇപ്പോഴത്തെ ജേണി എത്തി നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് പണിയെടുപ്പിച്ച ഒരു വീട് കാണാനായിട്ടാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. ഇവിടെ നമ്മളോടൊപ്പം ഖാലിദ് ഭായ് ഉണ്ട്. ഖാലിദ് ഭായിയുടെ വീടാണ് ഇവിടെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഖാലിദ് ഭായ്, നമ്മുടെ ഈ സ്ഥലം ഏതാ? സ്ഥലം തിരൂരിനടുത്ത് തലക്കടത്തൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. തലക്കടത്തൂരിനും ഉള്ളില് ചോലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ചോലപ്പുറം. ഈ വീട് സത്യം പറഞ്ഞാൽ ഞാനിത് വന്ന് അവിടെ നിന്ന് റോഡിൽ നിന്ന് വന്ന ആദ്യ കാഴ്ച ഇതെന്താ ഒരു തേക്കാത്തൊരു പഴയ വീട്, ഇതെന്ത് വീടാ ഇത് എന്നുള്ളൊരു ചിന്ത എനിക്ക് ആദ്യം തോന്നി. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വീട് പണി കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ എന്താ പണി പൂർത്തിയായിട്ടില്ലേ, പെയിന്റ് അടിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുക. പക്ഷെ അതുമല്ല, ചെടികളൊക്കെ നിൽക്കുന്നത് ഭയങ്കര പായലൊക്കെ പിടിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പായലൊക്കെ പിടിച്ചിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇനി അയ്യോ നമ്മൾ വന്ന അവത്തായോ, ഇനി കഴിഞ്ഞില്ലേ. നമ്മുടെ വീട് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ മനസ്സിലുണ്ട ഓരോ കൺസെപ്റ്റ് ഉണ്ടാവും. ഒരു വീട് നമ്മുടെ വീട് എങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പോൾ ആ സമയത്തെ എൻ്റെ മൈൻഡിലുള്ളൊരു വീടെന്ന് വെച്ചാൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കുറച്ച് മഴയൊക്കെ നനഞ്ഞ് ഇച്ചയൊക്കെ പിടിച്ച് കുറച്ച് വെറ്റിയായിട്ടുള്ള അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ മൈൻഡിൽ ഒരു കൂൾനെസ് ഉണ്ടാവും. ലൈക്ക് അങ്ങനത്തെ ഒരു ഫീലാണ് ഞാൻ തുടക്കത്തിലെ വീട് എന്നൊരു സങ്കല്പത്തിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ഇവരോട് ഞാൻ വേറെ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ ഈ വീടിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് മാത്രം ഉണ്ട് കേട്ടോ. ഒരു ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉള്ളൊരു വീടാട്ടോ ഈ കാണിക്കുന്നത്. അതെന്താ അതിൻ്റെ ഒരു കാരണം? ഒന്നുമല്ല, നമ്മൾ ഓരോ സംഗതി ഉണ്ടാക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവണം. നമ്മൾ ഒരു സംഗതി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലുണ്ടാവണം, എങ്കിൽ അതൊരു മാസ്റ്റർപീസായി വരുള്ളൂ. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഞാനായിട്ട് ഉണ്ടാക്കുന്നൊരു വീടാണിത്. അപ്പോൾ എന്തായാലും അതൊരു വ്യത്യസ്തമായിരിക്കണം, ആളുകൾക്ക് ഇഷ്ടപ്പെടണം, നമ്മൾക്കും ഓട്ടോമാറ്റിക്കലി ഇഷ്ടപ്പെടണം എന്നുള്ള സങ്കല്പമുണ്ട്. അതുകൊണ്ടാണ് തുടക്കത്തിലെ ഇത് ഈ ഒരു ഐഡിയയിൽ വരുന്നതും അതിന് പറ്റിയ ഒരു കൺസ്ട്രക്ടർ നമുക്ക് കിട്ടുന്നതും ഒരു ഡിസൈന് കൺസീവ് ചെയ്യാൻ പറ്റിയ നമ്മളെ ഐഡിയാസ് ഒക്കെ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരാളെ കിട്ടി അന്നേരം ചെയ്ത് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യം ഈ മുറ്റത്തെ പറ്റി പറയാം. മുറ്റം നല്ല രസമുണ്ട് കേട്ടോ, നല്ല ചെടികളൊക്കെ നിന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരുപാട് ചെടികൾ, മരങ്ങൾ, ഒരു 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 നേച്ചറിനോട് അത്രയും അടുത്ത് തന്നെ നിൽക്കുന്ന തരത്തിലുള്ളൊരു ഡിസൈൻ. ഈ ഒരു ഡിസൈൻ നിങ്ങൾ സത്യം പറഞ്ഞാൽ യുഎയിലല്ലേ? ഞാൻ ഇപ്പോൾ യുഎയിലാണ്. വേറെ വിദേശ രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട്. മെയിൻ ബിസിനസ് ഇതൊന്നും അല്ല കേട്ടോ. മെയിൻ ബിസിനസ് വേറെ. ആള് നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഷെഫല്ല, കേക്കും ഒക്കെ ഉണ്ട്. അവിടെ ദുബായിലെ റെസ്റ്റോറന്റ് അല്ലേ നമ്മൾക്ക്? ദുബായിൽ അജ്മാൽ റെസ്റ്റോറന്റ്. പേരെന്താ നമ്മുടെ റെസ്റ്റോറന്റിന്റെ പേര്? ലാഹോർ സ്റ്റാർ എന്നാണ്. ഒരുപാട് ലൈക്ക് പാകിസ്ഥാനി, ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ എല്ലാ ഡിഷസും ഉള്ള റെസ്റ്റോറന്റ്. നീ നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ദുബായിൽ അജ്മാൻ ഭാഗത്തൊക്കെ ആയാലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി ഭക്ഷണം കഴിക്കും. അടിപൊളി ബിരിയാണി, മന്തിയും ഷവർമ ഒക്കെ കിട്ടുന്ന റെസ്റ്റോറന്റ്. വേറൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങൾ ഈ ദുബായിക്കാരെ കാണുന്നല്ലേ, ദുബായിൽ റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആരെങ്കിലും ഒരു ഓണറെ എപ്പോഴെങ്കിലും എന്തെങ്കിലും എൻ്റെ കൺമുമ്പിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, മലയാളിയാണെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ വെച്ചേക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഫുഡ് ഇവിടുത്തെ ടേസ്റ്റ് അല്ല ദുബായ് ചെല്ലുമ്പോൾ രണ്ട് എന്തിൻ്റെ വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആളുകൾ ചിലപ്പോൾ ദേഷ്യം പിടിക്കട്ടെ ഞാൻ പറയുമ്പോൾ കുഴപ്പമില്ല. ആത്മാർത്ഥത എന്നൊരു സാധനം ഉണ്ടല്ലോ, അവിടെ കിട്ടുന്ന ശമ്പളത്തിന് ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇവിടെ ജോലിക്കാരെ കുറ്റം പറയില്ല, എന്നാൽ പോലും ഒരു അത്ര ആത്മാർത്ഥത ഇവിടെ ജോലിക്കാരിൽ പ്രത്യേകിച്ച് സാധനങ്ങളൊക്കെ പൊതുവെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ള സാധനം തന്നെ ഇതിനേക്കാളും ക്വാളിറ്റി ആയിട്ടുള്ള സാധനം അവിടെ കിട്ടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് വ്യത്യാസം ഉണ്ടാവും. അല്ല, അത് മാത്രമല്ല അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം, ഈ ചിലപ്പോൾ ഈ ബിരിയാണിക്കൊക്കെ നമ്മൾ സവാള കട്ട് ചെയ്തൊക്കെ സൈഡിൽ വെക്കത്തില്ലേ, സലാഡ്, നമ്മളതിനല്ലേ സലാഡ് എന്നൊക്കെ പറയുന്നത്. ഈ സലാഡ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ സവാളയൊക്കെ ഉണ്ടല്ലോ നല്ല ഫ്രഷ് ആയിരിക്കും. നമ്മൾ ഇവിടെയൊക്കെ ചെന്ന് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വാടിയ സവാളയൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷെ അവിടെ ആ സാധനം നല്ല ഫ്രഷിൽ തന്നെ കിട്ടും. മൊത്തത്തിൽ പൊതുവെ ഒരു കോമ്പറ്റീഷൻ കുറച്ച് കൂടുതലാണ് അവിടെ. നമ്മളിവിടെ റെസ്റ്റോറൻറ്റുകൾ, നല്ല റെസ്റ്റോറൻറ്റുകൾ കുറവായിരിക്കും. അവിടെ കോമ്പറ്റീഷൻ്റെ സ്വാഭാവികമായിട്ടും ആളുകൾ നല്ലത് കൊടുക്കാൻ ശ്രമിക്കും. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത്. നിങ്ങൾ എന്താ ഇവിടെ കാർ പോർച്ച് ഒന്നും സെറ്റ് ചെയ്യാതെ? കാർ പോർച്ചൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ യാത്ര ചെയ്യലും വിദേശത്ത് താമസിക്കുന്നില്ല, അതാണ് മെയിൻ കാരണം. നമുക്ക് അകത്തേക്ക് അറിയാലോ, കയറാം. അപ്പോൾ ഇവിടെ തന്നെ
നല്ലൊരു ആട്ടുകട്ടിൽ അതിൻ്റെ മോഡേൺ പതിപ്പാണ്. ഇരുന്ന് നമുക്ക് ആടാനുള്ള സെറ്റപ്പൊക്കെ വളരെ മനോഹരമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ആദ്യമേ തന്നെ പ്ലാൻഡ് ആയിരുന്നു? ഇതൊക്കെ ആദ്യം പ്ലാൻഡ് ആയിരുന്നു. ഒക്കെ നമ്മളെ ഡിസൈനർ നമ്മളെ ഐഡിയാസ് പറഞ്ഞു കൊടുക്കുക, ഡിസൈൻ ചെയ്ത് തരാതായിരുന്നു നമ്മളെ. അവര് ഫേമിന്റെ പേര് ഫ്ലോററ്റ് ബിൽഡേഴ്സ് എന്നാണ്. അങ്ങനെയാണല്ലേ? ഫ്ലോററ്റ് ബിൽഡേഴ്സ്. ഇത് സിറ്റ് ഔട്ടൊക്കെ വളരെ സിമ്പിൾ ആണ്. ഓപ്പൺ സിറ്റൗട്ടൊക്കെ നമ്മള് ഒരുപാട് ലൈക്ക് എന്താ പറയാ എക്സാജറേറ്റ് ചെയ്യാതെ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുക അതേ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി വേറെ ഇവിടുത്തെ സിമെന്റ് ടെക്സ്ചർ അതേപടി നിലനിർത്തിയേക്കാണ് ഈ ഒരു സീലിംഗിൽ അല്ലേ? ഇതൊക്കെ എങ്ങനെ അങ്ങനെ ഇതൊക്കെ ആൾക്കാർ നിങ്ങൾ ചോദിച്ചില്ലേ? റിലേറ്റീവ്സും ഒരുപാട് പേര് ചോദിച്ചു. സാറിന് റിലേറ്റീവ്സും നാട്ടുകാർക്കുമാണ് നമ്മളുടെ വീട് പണിയിൽ ഏറ്റവും കൂടുതൽ കൺസേൺസ് ഉണ്ടാവുന്നത്. ആൾക്കാർ വന്ന് തുടക്കത്തിൽ വീട് ഉണ്ടാക്കുന്ന സമയത്ത് ഫ്ലോറിങ് ചൂസ് ചെയ്തിട്ട് ആദ്യം ഫ്ലോറിങ്ങിന്റെ വർക്കാണ് നടക്കുന്നത്. അന്ന് ഈ ചുമരിനൊന്നും പെയിന്റിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഫസ്റ്റൊക്കെ എൻ്റെ വൈഫിൻ്റെ ഉമ്മക്ക് വന്നാണ്ട് പറയായിരുന്നു എന്ത് കളർ ടൈലാണ് ചൂസ് ചെയ്തിട്ടുള്ളത്, ഇത്രയും ഭംഗിയില്ലാതെ ചൂസ് ചെയ്ത് എന്തേക്കും. അപ്പോൾ ഞാൻ പറയാം നമ്മളെ മൈൻഡിൽ ഓൾറെഡി ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു 3D വേർഷൻ നമ്മൾ മൈൻഡിൽ ഉണ്ടാവും ഓൾറെഡി. അപ്പോൾ ഈ കളറും ഈ ചുമരിൻ്റെ കളറും ഒക്കെ കൂടി വരുമ്പോൾ ഇതെങ്ങനെ ഉണ്ടാവുന്നു ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരോട് ഇതേ ചോദ്യം ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പോൾ വർക്ക് മൊത്തം കഴിഞ്ഞിട്ട്. അവരെല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ ഇവിടെ കുറേ മുളച്ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഈ ചെടി വെക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെ സർക്കിള് ഓപ്പൺ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലാൻഡാണ് അത്. മൊത്തത്തിൽ ഭൂമിയിൽ നിന്നാണ് ആ മുള വന്നിട്ടുള്ളത്. അതെ, അവിടുന്ന് അങ്ങനെ വന്നു. ഇവിടെ രണ്ടിടത്ത് ആ വലിയൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഒക്കെ നമ്മുടെ ഡിസൈനറുടെ ഐഡിയാസ് ആണ്. ഫുള്ള് ഡിസൈനറുടെ ഐഡിയ. ഞാൻ വീണ്ടും ഉള്ളിലേക്ക് ഇറങ്ങണം. ഉള്ളിലാണ് അടിപൊളി, മൊത്തം പച്ചപ്പ. ഇതാണ് നമ്മളുടെ ലിവിങ് ഏരിയ. കൂടുതൽ സമയം ഇവിടെയാണോ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്? ഇവിടെയുള്ള സമയങ്ങളും ഇതൊരു ഡബിൾ ഹൈറ്റ് ആയിട്ട് വരുന്ന സ്പേസ് ആട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇതേപോലെ ഇൻഡോർ പ്ലാന്റുകളാണ്. നമ്മൾ പല വീഡിയോസിലും പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഇൻഡോർ പ്ലാന്റുകൾ വെക്കാനുള്ള സ്പേസ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, മാങ്ങയുണ്ട്, മഞ്ഞളെന്നൊക്കെ. പക്ഷേ ഇതാ ഇവിടെ നോക്കിയേ കൃത്യമായിട്ട് ആ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവം? അറബി ഇതൊരു കാലിഗ്രഫിയാണ്. നമ്മളൊരു ഫ്രണ്ട് ചെയ്താണ്. എനിക്കും ചെറിയൊരു ചിത്രം വരയിലൊക്കെ താല്പര്യം ഉള്ളതുകൊണ്ട് നമ്മള് ഇവിടെ ഉണ്ട് ആർട്ട് ലൈൻ തന്നെ റഫീഖ് എന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ചെയ്താണ്. നമ്മൾ ചിത്രം കാണിച്ചു കൊടുത്തു, ശേഷം എഴുതിയത്. ഇത് അറബിയിൽ എന്താ സംഭവം? എനിക്ക് അറബി അറിയാം. എഴുതിയിട്ടുള്ളത് ഐ മീൻ ഇറ്റ്സ് ലൈക്ക് നമ്മള് അള്ളാഹുവിനെ വിളിക്കുന്ന ലൈക്ക് പിന്നെ നമ്മള് ദൈവത്തെ വിളിക്കുന്ന ഓരോ പേരുകളാണ്. അത്രേ ഉള്ളൂ. ഒരുപാട് പേരുകൾ പെട്ട് 99 പേരുകളുണ്ട്. അതിലത്തെ 2 പേരുകളാണ്. അടിപൊളി. ഇനി ഇവിടെ ഇന്നുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാകും മുള നിൽക്കുന്ന ആ ഭാഗത്തേക്ക് ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ സേഫ്റ്റി പലരും ചോദിക്കില്ലേ, ഇവിടെ കള്ളം കയറുന്നു. സേഫ്റ്റി എങ്ങനെയാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ടൂൾ ഏറ്റാ കള്ളന്മാർ വരിക. അത്ര അപ്ഗ്രേഡഡ് ആണ് കള്ളന്മാരൊക്കെ. വെൽ അപ്ഡേറ്റഡ് കള്ളന്മാരാണ്. നമ്മൾ എന്തുണ്ടാക്കിയാലും ഒരു കയറും. അതൊക്കെ ശരിയാട്ടോ. നമ്മൾ സേഫ്റ്റിയുടെ പ്രിക്കോഷൻ നമ്മൾ സേഫ്റ്റിയൊക്കെ നമ്മൾ വെച്ചിട്ട് നമ്മൾ മൈൻഡിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരും നമ്മുടെ ഡിസൈനിലൊക്കെ ഒരുപാട്. അപ്പോൾ സേഫ്റ്റിയൊക്കെ സെക്കൻഡറി ആണ്. നമ്മളെ മൈൻഡ് എന്താണ് പറയുന്നത് അതാണ് ഫസ്റ്റ്. അതാണ് സേഫ്റ്റിക്ക്. ഇപ്പോൾ CCTV ക്യാമറ മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ CCTV എല്ലാം ഉണ്ട്. ഫുള്ള് ചെടി കേട്ടോ. അതായത് നമുക്ക് ഫുള്ള് ചെടികൾ, ബുക്ക് ഷെൽഫൊക്കെ നോക്കിയേ അടിപൊളി. ഡൈനിങ് ഏരിയ സൂപ്പർ. വാ, ഈ ഡൈനിങ് ടേബിൾ കൺസെപ്റ്റ് ഇത് വാങ്ങിച്ചാണോ നിങ്ങൾ ഉണ്ടാക്കിയതാണോ? ഇവിടെ വെച്ചുണ്ടാക്കിയത് എല്ലാ ഫർണിച്ചറുകളും, എല്ലാ ടേബിളും ചെയർസും ചെയറൊക്കെ ആണല്ലേ? സ്ക്വയർ ട്യൂബിലല്ലേ ചെയ്തത്? സ്ക്വയർ ട്യൂബിൽ ചെയ്തതാണ്. ജസ്റ്റ് ഒരു സിമ്പിൾ സാധനം വേറെ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്തേക്കുന്നത്. പക്ഷേ എങ്കിൽ അതിൻ്റെതായ പർപ്പസ് നടക്കുകയും ചെയ്യും. ഇവിടെ ചെറിയ സ്റ്റഡി ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി ടേബിളിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്പേസ് തന്നെയല്ലേ ഇത്? സ്പേസ് തന്നെയാണ്. കുട്ടികൾ പഠിക്കാനും ഇരിക്കാനൊക്കെ ഉള്ള ഒരു ഫ്രീ ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റിയ സ്പേസ് ആണ്. പക്ഷെ വേറെ ഉണ്ട്, സൺലൈറ്റ് കൃത്യമായിട്ട് ഈ ഭാഗം ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് സൺലൈറ്റ് കൃത്യമായിട്ട് വീടിൻ്റെ ഉള്ളിൽ വരും. മൊത്തത്തിൽ വീടിൻ്റെ ഉള്ളിൽ എയർ ആൻഡ് ലൈറ്റ് നമ്മൾ ഫുള്ളായിരിക്കും. ഫുള്ള് കാറ്റും വിളിച്ചോ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ അതെ ഇവിടെ കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷെ ഇത് ഇത്തിരി നോക്കി കേട്ടോ, ഇവിടെ കയറി ഇരുന്ന് ഫുഡ് കഴിക്കാം. കണ്ടാ ആ ഒരു സെറ്റപ്പ്. ഇപ്പോൾ ഇവിടുന്ന് ആ സെർവ് ഏരിയ ഇവിടെ എല്ലാം ഫുള്ള് ചെടികളാണ്. ഈ വീടിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എവിടെയൊക്കെ ഉണ്ട് അവിടെ എല്ലാം ചെടികളാണ്. ഇത് മൊത്തം എത്ര സ്ക്വയർ ഫീറ്റാ വീട്? ടോട്ടൽ 3400 സ്ക്വയർ ഫീറ്റിന് അടുത്തുണ്ട്. 3400. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അത്രയും ഫീൽ ചെയ്യുന്നില്ല. ഇല്ല. പക്ഷെ എനിക്കൊന്ന് താഴോട്ടുണ്ട്, അത് കൂട്ടാതെ തന്നെ.
പക്ഷെ ബെഡ്റൂം ഒക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ്. ബെഡ്റൂം ആൻഡ് ബാത്റൂംസ് സ്പേഷ്യസ് ആണ്. അപ്പോൾ അതുകൊണ്ട് കൂടെ ആയിരിക്കും. എനിക്ക് നിങ്ങൾ കൂടുതൽ ഈ കോമൺ ആയിട്ടുള്ള ഈ സ്പേസ് കുറച്ചുകൂടി കൂടുതൽ കൊടുത്തത്, കാരണം ഇത് ഭയങ്കര ഓപ്പൺ ആയിട്ട് കിടക്കുന്നു. ഫാമിലി കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു ഭാഗങ്ങളായിരിക്കും. ബെഡ്റൂമിലല്ല കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്, ഈ ഒരു ഏരിയയിലായിരിക്കും ഫുൾ ടൈം. ഞാൻ ഇവിടെ വന്നപ്പോൾ 2 കുഞ്ഞു മക്കളുണ്ട്, ഫുള്ള് അവിടെ ഓടി നടന്ന് കളിച്ച് കിടക്കാറ്. 2 പൂച്ചക്കുട്ടിയുണ്ട് കേട്ടോ, 2 അല്ല 3 അല്ലേ, 2 പൂച്ചക്കുട്ടി, 2 കുഞ്ഞു കുട്ടികളും ഒരമ്മയും. അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ അവർ ഫുള്ള് ഇവിടെ ഓടി കളിച്ച് കിടക്കായിരുന്നു കേട്ടോ. ഇതേ അടുക്കള നോക്കിയേ, വാവ് എന്താ സ്പേഷ്യസ്. ഇതും നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ പറഞ്ഞ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരുപാട് കണ്ടിട്ടും അനുഭവിച്ചിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ നിന്നൊക്കെ വന്ന ഓരോ ഐഡിയാസ് ആണ്. വെറും പുള്ളിയല്ല കേട്ടോ. നേരത്തെ ഏതോ ഒരു മിനിസ്റ്ററുടെ കൂടെ വർക്ക് ചെയ്തിട്ടില്ലേ? ഞാൻ ഖത്തറിലൊരു മിനിസ്റ്ററെ കൂടെ ഖത്തറിലെ മിനിസ്റ്ററുടെ കൂടെ വർക്ക് ചെയ്ത ആളാണ്. കുറച്ച് കാലം, ഒരു 10-11 വർഷം, വളരെ ചെറിയ കാലഘട്ടം. പക്ഷെ അന്നോട്ട് അവിടെ ഒരുപാട് വേൾഡ് ആർക്കിടെക്ട്സുമായിട്ടൊക്കെ ഒരുപാട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ഞാൻ വർക്ക് ചെയ്ത ബോസ് ഒരു ആർക്കിടെക്ചറൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ആർക്കിടെക്ചറിന് ഒരു ഭ്രാന്തനായിരുന്നു. ഖത്തർ ദോഹയിൽ നല്ലൊരു സൂപ്പർ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, സ്വന്തമായിട്ട് ഒരു ഓഫീസ് ടവറൊക്കെ ഉണ്ട്. അപ്പോൾ ആളുടെ കൂടെ നടന്നുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടും അതെല്ലാം കൺസെപ്റ്റ് നമുക്ക് കുറേ യാത്രകളിൽ നിന്ന് കിട്ടുന്നു. യാത്രകൾ ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് തരും. ഈ വാഷ് ബേസ് നോക്കി ഒരു ഹാങ് ചെയ്തിട്ടേക്കുന്ന ഒരു ഡിസൈൻ, അത് കൊള്ളാം കേട്ടോ. ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കിയതല്ലേ? ഒക്കെ ഇവിടെ വെച്ചുണ്ടാക്കി, എല്ലാം ഇവിടെ തന്നെ സെറ്റപ്പ്. ഇൻറ്റീരിയറൊക്കെ വളരെ സിമ്പിളായിരിക്കണം, പക്ഷെ അത് വളരെ മനോഹരമായിരിക്കണം. ക്ലീൻ ചെയ്യാൻ, ഏറ്റവും ഉപരി ക്ലീൻ ചെയ്യാൻ പറ്റും. അത് വളരെ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം ചെയ്തത്. ഒരു കോംപ്ലിക്കേഷൻസ് അതല്ല, സത്യം പറഞ്ഞാൽ 3 വർഷമായി ഇത് പണിത് തീർത്തു എന്നുള്ളൊരു തോന്നൽ ഇവിടെ വന്ന് കാണുമ്പോൾ. എക്സ്റ്റീരിയറിലെ പായലും പുല്ലും ഒക്കെ ശരി, ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, അത് കാണുമ്പോൾ നമ്മൾ അതിനായിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ ഉള്ളിലേക്ക് കയറുമ്പോൾ സാറിന് ഇത്രയൊക്കെ ആകുമ്പോൾ മാറാലേക്ക് പിടിച്ച് ഏറ്റവും കൂടുതൽ സീലിംഗ് വർക്കിനകത്തും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. താഴത്ത് എത്ര ബെഡ്റൂമാണ് നമ്മൾ കൊടുത്തേക്കുന്നത്? 2 ബെഡ്റൂം. താഴത്ത് 2 ബെഡ്റൂം, രണ്ടും ഫാമിലി ബെഡ്റൂംസ്. കുട്ടികൾക്ക് മുകളിലാണ് അല്ലേ? കുട്ടികളുടെ ഒരു ബെഡ്റൂമായിട്ട് മേലെ കൊടുത്തിട്ടുണ്ട്. ഒരു ഗസ്റ്റ് ബെഡ്റൂം, ഒരു മാസ്റ്റർ ബെഡ്റൂം ഉള്ളിലേക്കാണ് താഴെ കൊടുത്തുള്ളത്. മേലെ 2 ബെഡ്റൂം കൊടുത്തു, ഒന്ന് കുട്ടികളുടെ, ഒന്നൊരു അനദർ ബെഡ്റൂം. അതുപോലെ തന്നെ മുകളിലത്തെ ആ ഒരു ലിവിങ് സ്പേസ്, ആ ലിവിങ് സ്പേസ് അതൊരു കോമൺ ലിവിങ് സ്പേസ് ആണ്. ആ ലിവിങ് സ്പേസിലെ സെറ്റുകളാകട്ടെ, TV യൂണിറ്റ് സത്യം പറഞ്ഞാൽ കേട്ടോ, വളരെ സിമ്പിളായിട്ട് സ്ക്വയർ ട്യൂബ് വെറുതെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് സിമ്പിളായിട്ട് അങ്ങ് ചെയ്തു. ഒക്കെ നമ്മൾ ഈ ഇപ്പോൾ പ്രത്യേകിച്ച് പൊതുവെ ട്രെൻഡായി, ലൈക്ക് കുറച്ച് കാലത്ത് ട്രെൻഡായത് ലൈക്ക് എന്താ പറയുക, ഇൻഡസ്ട്രിയൽ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊക്കെ ഒരുപാട് ഡിസൈനുകൾ ഒരുപാട് റെഫർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ട ഓരോ പിക്ചറുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതൊക്കെ വരുന്നത്. ആ ഐഡിയാസൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ളതൊക്കെയാണ് അതൊക്കെ ചെയ്തിട്ട്. വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇത് എത്രയൊക്കെ സിമ്പിളായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോട്ടോ ഒക്കെ കണ്ട് റെഫർ ചെയ്ത് കൊടുത്തിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാർ അതാ ഞാൻ പറയുന്നത്. നമ്മൾ കൺസ്ട്രക്ടർ ഉണ്ടല്ലോ, നമ്മൾ ബിൽഡ് ചെയ്ത് ഫ്ലോററ്റ് ഡിസൈൻസിൻ്റെ നെയ്സിൻ്റെ കൂടെ ഒരു 3 ടീമുണ്ട്. ഒന്ന് ഇൻഡസ്ട്രിയലിൻ്റെ ആളുകൾ, ഒന്ന് ആശാരി വർക്ക്. ഇത് പൊതുവെ ലൈക്ക് ഇവർ ഈ മേസൺ വർക്കുകൾ ഓൾറെഡി ഒരു നല്ല ആളുകളുണ്ട്. ഞാൻ പറയുന്നത് അല്ലാത്ത 3 ടീം, ഈ ഇൻഡസ്ട്രിയലും പിന്നെ ഈ ആശാരിമാരുടെ വർക്കും പിന്നെ പെയിൻറ്റിങ് വർക്കും, പെർഫെക്റ്റ് ആയിട്ടുള്ള 3 ടീംസ് ഉണ്ട്. അവരെ നമ്മൾ എന്ത് ഐഡിയാസ് കാണിച്ചു കൊടുത്താലും അത് കറക്റ്റായി ഉണ്ടാക്കി നമ്മളെ ആ ഒരു ഐഡിയ കൊടുത്തിട്ട് ആ ഐഡിയ അതേപോലെ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഏറ്റവും പാടുള്ള കാര്യം. ഇവർ ചെയ്യാത്തതും അതാണ് കേട്ടോ. കാരണം ആ മുകളിൽ നിങ്ങൾ ആ ബ്രിഡ്ജ് സെറ്റപ്പ്, അതിൻ്റെ മുകളിലോട്ട് ആ ഒരു ബാൽക്കണിയും സ്പേസും അവിടെ കിടക്കുന്ന പച്ചപ്പും ആ സാധനങ്ങളും ഇതൊക്കെ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകുന്നിരിക്കാം. അത് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത് അതാണ് ഏറ്റവും പാട്. അത് വളരെ പാടുള്ള. പിന്നെ ഈ ടൈല് കാര്യങ്ങളൊക്കെ നിങ്ങൾ അത് ഈ ഒരു കൺസെപ്റ്റ് ഇത് തന്നെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു വുഡ് ഡിസൈൻ ഒക്കെ വേണം. വീട് 0 ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളടുത്ത് ഈ വീട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. നമ്മളെപ്പോഴും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് എപ്പോഴും പറയും, ഞാൻ ഇതിനൊരു ആർക്കിടെക്ട് ഉണ്ടായിരുന്നില്ല ഈ വീട് ഉണ്ടാക്കുന്ന സമയത്ത്. പക്ഷെ നമുക്ക് എന്തായാലും എത്ര കോസ്റ്റാണ് ഒരു ആർക്കിടെക്റ്റിനെ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യിക്കണം ഫസ്റ്റ് ഏത് വീടാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ വെച്ചാൽ നമ്മളെ മൈൻഡിൽ എപ്പോഴും നമ്മൾ എന്താണോ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ പിക്ചർ നമ്മുടെ അടുത്ത് വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പല രീതിയിൽ ചേഞ്ചസ് വരുത്തുന്നൊക്കെ വരും. ഈ വീട് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ആകെ അഡീഷണൽ ആഡ് ചെയ്തത് ആ ലിവിങ് റൂം മാത്രമാണ്. മേലെ ലിവിങ് റൂം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഈ കൺസ്ട്രക്ട് ചെയ്ത സമയത്ത്
സ്ട്രക്ചറായ സമയത്ത് ഞാൻ അവിടെ ചെന്നപ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ഫീൽ ചെയ്തപ്പോൾ ഞാനിങ്ങനെ നമ്മൾ ഡിസൈനർ ഒന്നുകൂടി ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു ലിവിങ് റൂം കൊടുത്താൽ എങ്ങനെ ഉണ്ടാകുന്ന പറഞ്ഞിട്ടാണ് പിന്നെ അവിടെ ലിവിങ് റൂം കൊടുക്കുന്നത്. അല്ലാത്ത ബാക്കിയുള്ള ഈ ഡിസൈനുകളുണ്ടല്ലോ മൊത്തം മുള വരുന്നതൊക്കെ അടക്കം ബ്ലാക്ക് ബാമ്പൂ ആണ് നമ്മളോട് കൊടുക്കേണ്ടത് വരെ നമ്മൾ തീരുമാനിച്ച് വെച്ചത്. അത് വരത്തില്ല, ഇന്ന കളറിലുള്ള മുള തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വീടുണ്ടാക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് അതൊക്കെ. ലൈക്ക് തുടക്കം മുതലേ നമ്മളൊരു പ്ലാൻ ആയിരിക്കണം മൊത്തം, എന്നാൽ വളരെ അടിപൊളിയായിട്ടൊരു വീട് ഉണ്ടാക്കിയെടുക്കാം. സൂപ്പർ. അപ്പോൾ എന്തായാലും ഈ ഒരു വീട് വളരെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് എന്താണ് ഫീൽ ചെയ്തത് ഈ വീട് കണ്ടിട്ട്, ഇതിൻ്റെ ഇൻറ്റീരിയർ കണ്ടിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സിമ്പിളായിട്ടുള്ള കാര്യം? പിന്നെ എനിക്ക് പച്ചപ്പാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായ വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഇതേപോലുള്ള കുറേ കാലിതുമാരെ നമ്മൾ തീർച്ചയായിട്ടും പരിചയപ്പെടുന്നതായിരിക്കും. കാരണം വേൾഡ് കണ്ടിട്ടുള്ള ഒരുപാട് രാജ്യം കണ്ടിട്ടുള്ള എന്താ സ്ഥലങ്ങൾ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള വെറൈറ്റി വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളെ പരിചയപ്പെടുകയും അവരിൽ നിന്ന് കാര്യങ്ങൾ അറിയുകയും ചെയ്യുമ്പോൾ നമുക്കും പഠിക്കാൻ പറ്റും, നിങ്ങൾക്കും പഠിക്കാൻ പറ്റും, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനുമായിട്ടൊക്കെ പറ്റും. എന്തായാലും അത് നല്ലൊരു അവസരമായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് പറഞ്ഞേക്കാം. ഇതേപോലെ മറ്റൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിച്ചേക്കാം. ബൈ ബൈ. താങ്ക് യു.